ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ്. 14 കമ്പനികൾ നമ്മുടെ ഒരു ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇപ്രാവശ്യം 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ജീപ്പാണ് മിക്കവാറും എപ്പോഴും ലാസ്റ്റ് നിൽക്കാറുള്ളത്. അതിപ്പോൾ ഇവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം കുറച്ച് പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളാണ് ഇവർ വിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് പ്രൈസ് വൈസ് അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടികളാണ്. കഴിഞ്ഞ മാസം 276 വാഹനങ്ങൾ സെയിൽസാണ് ജീപ്പിന് ടോട്ടൽ കിട്ടിയത്. നമ്മുടെ ജൂൺ 2024 കണക്ക്, അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 281 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ആ സമയത്ത് അവർക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ജസ്റ്റ് 5 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1.78% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഡീഗ്രോത്ത് റേറ്റ് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും അതങ്ങനെ വലിയ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, കാരണം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ്. പിന്നെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും ജീപ്പിനാണ്. ഇനി 13th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി സിട്രോയിൻ ആണ്. മിക്കവാറും നമ്മുടെ സ്റ്റെല്ലാനസ് ഗ്രൂപ്പിൻ്റെ 2 കമ്പനികളാണ് ഏറ്റവും താഴത്ത് നിൽക്കാറുള്ളത്. സിട്രോയിൻ ഇപ്പോൾ ഈ അടുത്ത് ബസാൾട്ടൊക്കെ ഇറക്കി. ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിൽ സെയിൽസ് കൂടേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ മാസം കുറവാണ്, 335 വാഹനങ്ങൾ സെയിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ജൂണിൽ 339 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ജസ്റ്റ് 4 വണ്ടികളുടെ വ്യത്യാസമേ ഉള്ളൂ. 1.18% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് കഴിഞ്ഞ മാസം സിട്രോയിൻ. ഇപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് 4 വണ്ടികളാണുള്ളത്. അത് ബസാൾട്ടും കൂടെ കൂട്ടിയാണ്. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ സെയിൽ കൂടിയേ പറ്റൂ ഇത്രയും വണ്ടികൾ ഇറക്കിയതിന് ശേഷം. ഇനി 12th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി നിസാനാണ്. നിസാൻ 2020 ഡിസംബറിൽ നമ്മുടെ മാഗ്നേറ്റ് ഇറക്കിയതാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് അവർ എക്സ്ട്രയിൽ ഇറക്കുന്നത്. ആ എക്സ്ട്രയിൽ ഇറക്കിയത് ഒരു വല്ലാത്ത ഇറക്കലായി പോയി. 50 ലക്ഷം രൂപയ്ക്കാണ് അവർ ഈ വാഹനം ഇറക്കിയത്. 1.53 സിലിണ്ടർ ടർബോ പെട്രോൾ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. എന്തായാലും കഴിഞ്ഞ മാസം 2011 വാഹനങ്ങളുടെ സെയിൽ നമ്മുടെ നിസാന് കിട്ടിയിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ 2107 വാഹനങ്ങളുടെ സെയിലും കിട്ടിയായിരുന്നു. അതായത് 96 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 4.56% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. വളരെ വലിയ ഡീഗ്രോത്ത് ഇല്ല, പക്ഷെ എന്നാലും സ്റ്റിൽ ഡീഗ്രോത്ത് തന്നെയാണ് നിസാന വന്നിരിക്കുന്നത്. അടുത്ത വർഷം ഇവരുടെ പുതിയ SUV-കളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവർ ജസ്റ്റ് എക്സ്ട്രയിലൂടെ തട്ടിക്കൂട്ടുന്നത്. ഇനി അടുത്തതായി 11th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സ്കോഡയാണ്. സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം 2103 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നമ്മൾ ഇതിനെ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ 2566 വാഹനങ്ങൾ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. 463 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതുപോലെ 18.04% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഡീഗ്രോത്ത് റേറ്റ് വളരെ ഹൈ ആണ് സ്കോഡയെ സംബന്ധിച്ച് നോക്കുമ്പം. കാരണം നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് സ്കോഡ. അതിപ്പം എന്തുകൊണ്ടാണ് ഇത്രയും സെയിൽ പെട്ടെന്ന് താഴത്തോട്ട് പോയെന്നറിയില്ല. അല്ലെങ്കിൽ 2500 to 3000, ചില മാസങ്ങളിൽ 3500 വരെയൊക്കെ ഇതിന് സെയിൽ വരാറുള്ളതായിരുന്നു. എന്തായാലും ഇനി അടുത്തതായി 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ റെനോ ആണ്. റെനോയ്ക്ക് കഴിഞ്ഞ മാസം 2832 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇവർക്കും ജൂൺ മാസത്തിൽ കുറച്ച് കൂടുതൽ കിട്ടിയതാണ്. 3553 വാഹനങ്ങളുടെ 721 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. അതുപോലെ 20.29% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് റെനോ. നിസാൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷം ഇവരുടെ ഒരു പുതിയ C സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ക്രെറ്റയുടെയൊക്കെ കോമ്പറ്റീഷനിൽ വരുന്ന ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു SUV വരുന്നുണ്ട്. അതിൻ്റെ തന്നെ 7 സീറ്റർ വേർഷനും അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 വണ്ടികളാണ് ഇനിയിപ്പോൾ നമ്മുടെ നിസാൻ്റെയും റെനോയുടെയും ഇന്ത്യയിലുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന ഫോക്സ് വാഗൻ ആണ്. സാധാരണ എപ്പോഴും സ്കോഡയും ഫോക്സ് വാഗൻ അടുത്തടുത്താണ് നിൽക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം സ്കോഡയുടെ സെയിൽസ് കുറച്ചധികം താഴെ പോയതുകൊണ്ട് ഫോക്സ് വാഗൻ അതിൻ്റെ 2 മുകളിലേക്കാണ് വന്നത്. എന്തായാലും ഫോക്സ് വാഗന് കഴിഞ്ഞ മാസം 3407 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. മോശം പറയാനില്ല. ജൂൺ മാസത്തിൽ 3260 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ഇവർക്ക് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 147 വാഹനങ്ങളുടെ വ്യത്യാസവും 4.51% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ആയിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ ഈ 14 കമ്പനികളുള്ളതിൽ ആകെപ്പാടെ 5 കമ്പനികൾക്ക് ഗ്രോത്ത് റേറ്റ് ഉള്ളൂ എന്നുള്ളത് ഒരു കാര്യം. പിന്നെ അതിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഫോക്സ് വാഗൻ ആണ് എന്നുള്ളത് അടുത്ത കാര്യം. അതും ഇത്രയും ചെറിയ പെർസെൻറ്റേജ് ഡിഫറൻസിലാണെന്നും കൂടെ ആലോചിക്കണം. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. MG കഴിഞ്ഞ കുറേ കാലത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സെയിൽ അത്യാവശ്യം ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട് ആൻഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നും പറയാം. കാരണം 4572 വാഹനങ്ങൾ സെയിൽസ് ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. ജൂണിൽ 4644 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. കുറച്ച് കുറവാണ്. 72 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 1.55% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജ് വൈസോ ഡിഫറൻസ് വൈസോ അങ്ങനെ ഭയങ്കര ഹൈ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ MG അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ പുതിയൊരു വിൻസ്റ്റോർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനം കൊണ്ടുവരാൻ പോവാണ്. നമ്മുടെ കൊമറ്റിൻ്റെയും ZSEVയുടെയും ഇടയിലായിട്ടാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ സെയിൽസ് ഒന്നുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 4624 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ജൂൺ മാസത്തിൽ 4804 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 180 വാഹനങ്ങളുടെ ഡിഫറൻസും 3.75% ഡീഗ്രോത്ത് റേറ്റും ഹോണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ മന്ത് ഓൺ മന്തിൽ വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ പണ്ടത്തെ ഒരു
1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് മുമ്പുള്ള ഹോണ്ടയുടെ സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഡിപ്പാണ് വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം പൊതുവേ ഹോണ്ട പണ്ട് 8,000 to 10,000 ആ റേഞ്ചിൽ സെയിൽസ് ആവറേജ് ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ ഈവൻ അവർ നല്ലൊരു SUV ഇറക്കിയത്, അതായത് എലവേറ്റ് ഇറക്കിയിട്ട് പോലും സെയിൽസ് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ മോശം തന്നെയാണത്. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഇതുപോലൊരു C സെഗ്മെൻറ്റ് SUV ഇറക്കി വിജയിച്ച കമ്പനിയാണ് നമ്മുടെ കിയയ്ക്ക് കഴിഞ്ഞ മാസം 20,507 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂണിൽ 21,300 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയായിരുന്നു. 793 വാഹനങ്ങളുടെ വ്യത്യാസം, 3.72% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കുറ്റം പറയാനില്ല, കാരണം ഓൾമോസ്റ്റ് 20,000 റേഞ്ചിലാണ് അവരിപ്പം 20 to 21,000 റേഞ്ചിലാണ് സെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് അത്യാവശ്യം ഡീസൻറ്റ് ഓർ അബോ ആവറേജ് സെയിൽസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ 6th പൊസിഷനും 7th പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ. 7th പൊസിഷൻ 4,600 റേഞ്ചും 6th പൊസിഷനിൽ 20,000 റേഞ്ചിലേക്ക് നമ്മൾ കയറി. ഇനി 5th പൊസിഷനിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് അതിലും കൂടുതലാണ്. ടൊയോട്ടയാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് 29,533 വാഹനങ്ങളുടെ സെയിൽസാണ് ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. വളരെ ഇംപ്രസീവ് സെയിൽസ് ആണ്. ജൂൺ മാസത്തിൽ 25,752 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് വന്നത്. ഇതിനു മുമ്പ് ടൊയോട്ടയ്ക്ക് 28,000 റേഞ്ച് വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും 30,000 ഇവരുടെ സെയിൽസ്. പിന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. ടൊയോട്ടയുടെ സ്വന്തമല്ല, നമുക്ക് ഗ്ലാൻസ, ടൈസർ, അതുപോലെ ഹൈ റൈഡർ, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വണ്ടികൾ ഇപ്പോൾ അവർ വിൽക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ഹൈക്രോസും ഫോർച്യൂണറും ടൊയോട്ടയുടേതായിട്ട് എന്ന് പറയാനുമുണ്ട്. അടുത്ത വർഷം ഇനിയിപ്പം നമ്മുടെ ഫോർച്യൂണറിൻ്റെയൊക്കെ പുതിയ ജനറേഷൻ മോഡൽ വരുന്നുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടേതായിട്ടുള്ള വണ്ടികൾ കുറവാണ്. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്ര 30,000 35,000 റേഞ്ച് മാറി ഇപ്പോൾ 40,000 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 41,623 വാഹനങ്ങളുടെ സെയിൽസാണ് മഹീന്ദ്രയ്ക്ക് കിട്ടിയത്. മന്ത് ഓൺ മന്ത്ലി ഗ്രോത്ത് ആണ്. കാരണം ജൂൺ മാസത്തിൽ 40,022 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് 1,601 വാഹനങ്ങളുടെ വ്യത്യാസവും 4% ഗ്രോത്ത് റേറ്റും പറയാം. ആൻഡ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് മഹീന്ദ്രയ്ക്കാണ്. വൈദബൈ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ടൊയോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അത് 14.68% ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയും അതുപോലെ 3rd പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയും തമ്മിലുള്ള ഡിഫറൻസും വളരെയധികം നാരോ ആയിട്ടുണ്ട്. ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസം 44,727 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മഹീന്ദ്രയ്ക്ക് അതിൽ 3,000 വണ്ടികളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ. ജൂൺ മാസത്തിൽ ടാറ്റയ്ക്കും 43,524 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് ചെറിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 1,203 വാഹനങ്ങളുടെ വ്യത്യാസവും 2.76% ഗ്രോത്ത് റേറ്റും. പറഞ്ഞു വരുമ്പം ഗ്രോത്ത് റേറ്റ് ആണ്, ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് ഒന്നും അല്ല. സ്റ്റിൽ ഈ ലിസ്റ്റിൽ ഗ്രോത്ത് വരിക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വലിയൊരു കാര്യമാണ്. കാരണം ഭൂരിഭാഗം കമ്പനികൾക്കും ഡീഗ്രോത്ത് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ കർവും ഈ ഓഗസ്റ്റ് 7 വരുന്നുണ്ട്. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമുക്കറിയാം ഹ്യുണ്ടായി ആണ്. നേരത്തെ ഹ്യുണ്ടായും ടാറ്റയും തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യുണ്ടായി 50,000 റേഞ്ചിലേക്ക് പോയി. ടാറ്റ 15 താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 45 റേഞ്ചിലോട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഇടയ്ക്ക് ഹ്യുണ്ടായി ഓവർടേക്ക് ചെയ്ത് ടാറ്റ സെക്കൻഡൊക്കെ ആയിട്ടുണ്ട്. എനിവേ കഴിഞ്ഞ മാസം ഹ്യുണ്ടായിക്ക് 49,013 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂണിൽ 50,103 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1,090 വാഹനങ്ങളുടെ വ്യത്യാസവും 2.18% ഡീഗ്രോത്ത് റേറ്റുമാണ് ഹ്യുണ്ടായി വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് സെയിൽസ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര വലിയ ഡീഗ്രോത്ത് ഉണ്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴത്തെ പോലെ തന്നെ മാരുതി സുസുക്കിയാണ്. ഇവർക്ക് ഭയങ്കര കൺസിസ്റ്റന്റ് സെയിൽസ് ആണ്. കാരണം ജൂലൈയിൽ 1,37,463 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. ജൂണിൽ 1,37,160 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് ഇത്രയും ഹൈ വോളിയം സെയിൽസ് വന്നിട്ട് പോലും ജസ്റ്റ് 303 വാഹനങ്ങളുടെ ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് 0.22% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് ഉണ്ട് കേട്ടോ, എന്നാലും ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന മാരുതി സുസുക്കിക്കാണ്. സ്റ്റിൽ നല്ല സെയിൽസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കാർ നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.